മാഷെ സർ, ശബരിമല കേസിൽ CBI വരുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ശബരിമല കേസിൽ എന്തൊക്കെയോ അരുതാത്തത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇത്രയും ദിവസവും അനങ്ങാതിരുന്ന ബി ജെ പി ആണല്ലോ ഇതിന് പിന്നിൽ. CBI വരണമെന്ന ഹൈക്കോടതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായതാണോ, അതോ രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടോ ഇതിൽ അന്വേഷണത്തിൽ കഴമ്പില്ല, ഇതിനും അപ്പുറം അന്വേഷണം നടക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്? എനിക്ക് ഇപ്പോൾ വന്ന വാർത്ത എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. കേരള പോലീസ് എന്തായാലും കേരളത്തിന്റെ ഭരണകക്ഷി, ആ ഭരണകക്ഷിയിൽ ഇന്നലെ വരെ നേതാക്കന്മാരായിരുന്ന ആളുകൾ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ, മാത്രമല്ല ഇപ്പോഴത്തെ ഭരണകക്ഷി തന്നെ അവർക്ക് സ്വീകാര്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ വരെ നിന്നു. ഇപ്പോൾ ഒരു IAS നിയമിച്ചു. ഈ ഈ എല്ലാം ചെയ്യുന്നത് മുഴുവനും ഭരണകക്ഷി ആയിരിക്കുമ്പോൾ ആ ഭരണകക്ഷിയുടെ കീഴിലുള്ള പോലീസോ വിജിലൻസോ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കേന്ദ്ര ഏജൻസി ശരിയാണ്, പക്ഷേ പുതിയ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി മതിയോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം കേന്ദ്ര ഏജൻസി കേരളത്തിൽ നടത്തിയ ഒരു കേസിൽ ഇതുവരെ ഉത്തരവാദപ്പെട്ട ഒരാൾക്കും എതിരെ ഗൗരവമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു നെക്സസ് കേന്ദ്രവും കേരളവും തമ്മിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണ പൊതുവെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. CBI ഒക്കെ പണ്ട് വലിയ വില ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ കാലത്ത് CBI വന്നിട്ടൊന്നും കാര്യമില്ല. CBI ഒന്നും പിണറായി വിജയന്റെ ഒരു രോമത്തിൽ തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളുകൾ ഇറങ്ങും, ഭയങ്കര തോതിൽ ക്യാപ്സ്യൂൾ ഇറങ്ങുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഒരു മെറിറ്റ് നോക്കുമ്പോൾ, കേസിന്റെ ഒരു വോള്യം കണക്കാക്കുമ്പോൾ ഇത് CBIക്കും പോരാ, ഇത് ഇന്റർപോളിന് കൊടുക്കണ കേസ്. കാരണം ഈ കേസ് സാധാരണ രീതിയിൽ അവിടുത്തെ സ്വർണ്ണമോഷണം മാത്രമാണെങ്കിൽ, അയ്യപ്പന്റെ സ്വത്തായ സ്വർണം ഭക്തന്മാരുടെ മറവിൽ ഈ ദേവസ്വം ബോർഡും രാഷ്ട്രീയക്കാരും മോഷ്ടിച്ചു എന്നാണ് കേസെങ്കിൽ, ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് മോഷ്ടിച്ചു എന്നാണ് കേസെങ്കിൽ അത് CBI മതി നോക്കാം. യഥാർത്ഥത്തിൽ ഇത് അതിനപ്പുറത്തേക്കും പോകുന്നു എന്നുള്ള വാർത്തകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇത് രാജ്യങ്ങൾ കടന്ന് ആന്റിക്കിന്റെ വിൽപ്പനയ്ക്ക് പോലും വലിയ തോതിൽ കൂട്ടുനിന്നിട്ടുണ്ട്. ആന്റിക് വിൽപ്പന എന്ന് പറയുന്നത് സ്വർണ്ണത്തേക്കാൾ വിലയുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് ആഗോളതലത്തിൽ നടന്നൊരു വ്യാപാരമാണെങ്കിൽ, അതിൽ ആഗോളതലത്തിൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ നല്ലത് തീർച്ചയായിട്ടും ഇന്റർപോൾ പോലെ വലിയ സ്ഥാപനങ്ങളിലേക്ക് പോവാണ്. വേറൊരു കാര്യം, CBI വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കാര്യമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾ കാലേക്കൂട്ടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു CBI പോരാന്നാണ്. പ്രശാന്ത് സാർ എന്ത് പറയുന്നു? ഇതിനകത്ത് സാറിൻ്റെ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം CBI വരുന്നതിനകത്ത് പിണറായി ആയതുകൊണ്ട് CBI ചവിട്ടിപ്പിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ, കുഴപ്പങ്ങൾ കാണിക്കുമെങ്കിൽ CPM-നകത്ത് നിൽക്കുന്ന നേതാക്കന്മാർ ഏറ്റവും അവസാനം പപ്പം വരെ അകത്ത് പോകത്തില്ല. അപ്പോൾ പിണറായിക്ക് നേരത്തെ അന്വേഷണം വന്നതിനകത്ത് ജനം ആഗ്രഹിക്കുന്ന പോലെ പിണറായിയെ അങ്ങ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ പിണറായി കുഴപ്പക്കാരനല്ലെങ്കിൽ പിണറായി അങ്ങ് പിടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സാറിന് എന്നെ ആരും പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ എൻ്റെ തെളിവുകളൊക്കെ വേണം. പക്ഷേ ഇതിനകത്ത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ ആൾക്കാർ ചർച്ച ചെയ്തോട്ട്. ഈ വിഷയത്തിനകത്ത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കൊടുത്തതിനകത്ത് പ്രജിത പറഞ്ഞതുപോലെ നമുക്കെല്ലാം സംശയം വരുന്ന ചില കാര്യങ്ങളുണ്ട്. SIT അന്വേഷിക്കുന്ന കോടതിയാണ് അതിൻ്റെ പിറകിൽ. അപ്പോൾ നമുക്ക് അതിനകത്ത് അന്വേഷണത്തിനകത്ത് വന്ന പുരോഗതി അനുസരിച്ച് ഓരോരുത്തരെ പിടിക്കുമ്പോൾ ഓരോരുത്തരുടെ ഭൂരിഭാഗം പേര് പറഞ്ഞിട്ട് ആ വാസുവും പപ്പവിനുമാണ് സാർ. പക്ഷേ പപ്പൻ പറഞ്ഞ 2 പേരുകളുണ്ട് സാർ. പപ്പൻ പറഞ്ഞു, എനിക്ക് മന്ത്രി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. ആരാ? കടകംപള്ളി സുരേന്ദ്രൻ. അതുപോലെ തന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ പേരും പറഞ്ഞു. തന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. മാത്രമല്ല, ഞാനിരിക്കുന്നതിന് മുമ്പേ ഈ കൊടിമരത്തിൻ്റെയും പടിയുടെയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനത് പരിശോധിച്ചപ്പോൾ ഇതെല്ലാം ഇതേപോലെയാണ്. ഒരു കാര്യങ്ങളും ഇതിനകത്ത് ദേവഹിതവും അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ന്യായങ്ങളും ഒന്നും നടന്നിട്ടില്ല. കൊടിമരത്തിൻ്റെ സാധനം വെളിയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 18-ാം പടിക്കകത്തും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്പോൺസർമാരെ തീരുമാനിക്കുന്നതിന് ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്കകത്തു നിന്നും തന്ത്രിക്ക് ഇടപെടാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പറ്റി ഉപയോഗിക്കുന്നുണ്ട്. സ്പോൺസർമാർ വരുന്നതിന് തന്ത്രിക്ക് എന്തോ കാര്യം അത് പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്നലത്തെ ഏറ്റവും അവസാനം ഈ തന്ത്രിയുടെ മകനുണ്ടല്ലോ, മോഹനരുടെ മകനാണല്ലോ ഇപ്പോൾ ചാർജ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഈ പറയുന്നത് ഈ സ്വർണ്ണം ഉരുക്കി വിട്ട് ജ്വല്ലറിയാണ് അവിടെ പോയിട്ടുണ്ട്. പോട്ടെ, എന്നെ പൂജയ്ക്ക് വിളിക്കുന്നിടത്ത് ഞാൻ പോകും, എനിക്ക് കിട്ടുന്ന കാശ് കിട്ടുന്നിടത്ത് അതിനായോ. പക്ഷേ അയാളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വാതിൽപ്പടിയും ദ്വാരപാല ശില്പവും മാത്രമല്ല, വാതിലിളക്കാനും കൂടെ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ പറഞ്ഞത് നടക്കത്തില്ലെന്ന്. അപ്പം ഇതിനകത്ത് വേറൊരു വലിയ മൊഴിയുണ്ട് സാറേ, വേറെ വലിയ മൊഴി. ഇന്നലെ നേരത്തെ മൊഴി കൊടുത്തപ്പം മൂരിവാവ് ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ദേവഹിതം എല്ലാത്തിനും വേണമല്ലോ. മൂരിവാവ് എന്ന് പറഞ്ഞു അവിടെ ഇവിടെ മങ്ങിയിരിക്കുന്നു സാറൊന്ന് എഴുതി തരണം. അയാൾ എഴുതി കൊടുത്തു. അതിനുശേഷം ഈ സ്വർണ്ണമാണെന്ന് അറിയാവുന്ന സാധനത്തിന്, നമ്മൾ നേരത്തെ പലവട്ടം സ്വർണ്ണമാണെന്ന് അറിയാവുന്ന സാധനത്തിനകത്ത് ചെമ്പാണെന്ന് എഴുതുന്നതിന് ഇദ്ദേഹം കീഴൊപ്പിട്ടിട്ട് അതിനകത്ത് തന്ത്രിക്കൊന്നും പങ്കില്ല, അതെല്ലാം ദേവഹിതമാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലേക്കുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും
അല്ലെങ്കിൽ പിന്നെ ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സംശയം വരുന്നതിന് സാധാരണക്കാരന് സംശയം വരുന്നതിന് കുഴപ്പമില്ല. ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി. മാത്രമല്ല ജയറാം വന്നില്ല സാറേ, ജയറാം പറഞ്ഞു ഞാൻ 180 രൂപ ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത് വീട്ടിൽ വെച്ചൊരു പൂജ നടത്തുന്നു. ജയറാമിന് അറിയത്തില്ലയോ ഈ ഇതുപോലെ ശബരിമലയെ നടക്കി വന്ന വാതിൽപ്പടിയ ദ്വാരപാല ശില്പം അതെൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കാൻ അങ്ങനെ പാടുണ്ടോ, അങ്ങനെ ചെയ്യാമോ? എല്ലാ നിയമവും കാര്യങ്ങളും അറിയാവുന്ന സെലിബ്രിറ്റി ആണല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്തിട്ട് എന്താ അദ്ദേഹത്തെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് നിയമം ഉണ്ടല്ലോ, ചീറ്റിംഗ് കേസ് ഉണ്ട്. സാറും ഞാനൂടെ, സാർ എൻ്റെ കൂടെ ചുമ്മാ വന്നേ ഉള്ളൂ, ഞാൻ എടുത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാൽ സാറ് ഓട്ടോമാറ്റിക്കലി പ്രതിയാണ് എൻ്റെ കൂടെ വന്നെന്നുള്ള കാര്യം എന്ന് വെച്ച് ആ രീതിയിൽ തന്നെ ആണെങ്കിലും തന്ത്രിയും ജയറാമും ഒത്തുകൊണ്ട്. അപ്പൊ തന്ത്രിയും ജയറാമിനെ എന്തിനു മാറ്റി നിർത്തുന്നു? ഇത് തന്നെയാ പപ്പൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ 2 ബോർഡ് മെമ്പർമാരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ നേരത്തെ എസ് പിയുടെ അച്ഛൻ, മറ്റു ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇവരോട് ഒന്നിച്ചെല്ലിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തിരുത്തിയത്. ഒരു വിയോജനക്കുറിപ്പ് പോലും ഇതിനകത്തില്ല. അപ്പൊ പിന്നെ അവരിതിനകത്ത് ഇൻവോൾവ് അല്ലെന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായം? അപ്പൊ അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. മാത്രമല്ല ഇത് ആരും മിണ്ടുന്നില്ല സാറേ. നമ്മൾ പറഞ്ഞു ഒന്ന് മിണ്ടു കോൺഗ്രസ്സുകാരാ, ഒന്ന് സതീശ നിങ്ങൾക്ക് അറിയത്തില്ലെന്നല്ലേ, പോറ്റി അറിയത്തില്ലെന്ന് പറയാം. നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ സമുന്നത നേതാവിന്റെ കൂടെ കുടുംബസമേതം നിൽക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ 2 UDF നേതാവിന്റെ കൂടെ ഈ പോറ്റി നിൽക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ KPCC പ്രസിഡന്റ് ആവാൻ ശകലത്തിന്റെ വ്യത്യാസത്തിൽ കപ്പനും ചുണ്ടിലോ ആരുടെ കൂടെ നിൽക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ കള്ളതല്ലേ? നിങ്ങൾ എന്താ സമരം ചെയ്യാത്ത? എല്ലാത്തിനും ന്യായം പറയുന്നത്. അപ്പൊ നിങ്ങളും ഒളിക്കുന്നു, BJP ഒളിക്കുന്നു. രാജചന്ദ്രശേഖരൻ എനിക്ക് ഇതിനകത്ത് പങ്കൊന്നുമില്ല, എന്നെ എവിടെ നന്നാക്കാൻ കൊണ്ടുവന്ന ഇവന്മാരെന്താ എൻ്റെ കൂടെ സമരത്തിന് വരാത്തെ? ഞാനൊരു ദിവസം വെളുക്കോളം മഴയത്തിരുന്നുകൊണ്ട് രാവുകൽ സമരം നടത്തി. ആ സമരം അവിടെ വെച്ച് വിറ്റു. അപ്പോൾ രാജീവിനറിയാം ഈ കൊള്ള വ്യാപ്തിയുള്ള കൊള്ളയാണ്. ഇത് ഏറ്റെടുത്താൽ BJP ഗുണമാണ്. പക്ഷെ BJPക്ക് അകത്തു നിന്ന് പോലും അതിന് സപ്പോർട്ട് ലഭിക്കുന്നില്ല. കോൺഗ്രസും ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും 2026 അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തപ്പോഴും പിണറായി ഇങ്ങനെ വാടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും സാധ്യതയുള്ള സാധനം എടുക്കുന്നില്ല. അപ്പൊ ഈ കൊള്ളയ്ക്ക് ചെറിയ വലുപ്പമല്ല. സാറ് പറഞ്ഞ പോലെ ഇന്റർപോൾ അല്ല, അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് അന്വേഷിക്കണം. അപ്പം അതേ രീതിയിലേക്ക് ഒരു കാര്യം വന്നുകൊണ്ട് CBI അന്വേഷണത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയത്. അതായത് ആര് വന്നാലും എൻ്റെ പാർട്ടിക്കകത്തുനിന്ന് വരുന്നേ വരട്ടെ, കോൺഗ്രസിനകത്തുനിന്ന് വരുന്നേ വരട്ടെ, ഇതിന്റെ കൊള്ള വെളിയിൽ കൊണ്ടുവന്നത് ഒരുപക്ഷെ BJPയുടെ ഞാനാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ CPMന്റെ ഒരു മാതൃക അയാൾ കണ്ടു കാണും. കാരണം പപ്പനെ പിടിക്കണം കമ്മ്യൂണിസ്റ്റ് അല്ല CPM സംസ്ഥാന സെക്രട്ടറി പറയുക. അങ്ങനെയുള്ള ഇനി പാർട്ടിക്കകത്ത് വേണ്ട. ഇനി വേറെ ആരെങ്കിലും പിടിക്കുക, കടകംപള്ളിയെ പിടിക്കുകയാണെങ്കിൽ ഇത് പറയാം. അപ്പൊ അത് കണ്ടുകൊണ്ടായിരിക്കും ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനകത്തുള്ളത് വെളി വരട്ടെ, നമുക്ക് നമ്മുടെ പാർട്ടി ശുദ്ധമാണെന്ന് കാണിക്കാൻ പോലെ. അപ്പൊ ഇതിനകത്ത് ഈ ജയറാമും തന്ത്രിയും ഒക്കെ വെളിയിൽ നിൽക്കുന്നതിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും എത്ര കോടതി അന്വേഷിച്ചപ്പോഴും ചിലതിനകത്ത് സ്റ്റോപ്പുകൾ വന്നോ. അതിൻ്റെ ഇടയ്ക്ക് മാങ്കൂട്ടം ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കയറി. മാങ്കൂട്ടം ചെയ്തതാണ്, പെണ്ണ് പരാതി കൊടുത്താണ്. ഏതായാലും പെണ്ണിനെ പീഡിപ്പിച്ചത് നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ വളരെ മുമ്പെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷെ ഇപ്പോഴാണല്ലോ ഒരു പരാതിയുമായിട്ട് വരുന്നത്. അതായത് മാങ്കൂട്ടത്തിൽ നിന്നും പങ്കെന്ന് വേണം നമുക്ക് പറയാം. എങ്ങനെ എന്ന് വെച്ചാൽ കൊള്ളയടിച്ചതിനകത്തല്ല, ഈ കേസിന്റെ 3ാം റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ കേസിനകത്തെ വ്യാപ്തി, ഒളിച്ചുകളി, കള്ളത്തരം ജനം ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ മാധ്യമത്തിൽ റേറ്റിംഗ് ഉള്ളതിന്റെ പുറയാണല്ലോ പോകുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ആരുടെയാണെന്നറിയാം. പണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ CD എടുക്കാൻ പോയപ്പോൾ അതിന്റെ പുറകെ ഇവിടെ മാധ്യമങ്ങൾ കോയമ്പത്തൂർ വരെ വണ്ടി വിട്ടു പോയൊരു കഥ സാറിനറിയാം. അപ്പൊ അതിനാ ഇവിടെ റേറ്റിംഗ്. ശബരിമലക്കുള്ളോ അയ്യപ്പനെ കൊണ്ടുപോയാലും ഒക്കെ കുഴപ്പമില്ല. ബാക്കി ഈ റേറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ ഈ മാങ്കൂട്ടം തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ അതൊക്കെ എനിക്കറിയത്തില്ല. അത് കാലം തീരുമാനിക്കേണ്ടത്, അന്വേഷണം തീരുമാനിക്കും. പക്ഷേ ഇതിനകത്ത് കൂട്ടിക്കുഴച്ചപ്പോൾ ശബരിമല കേസ് ഇപ്പൊ ഇല്ല, 2-3-4 ദിവസം കൊണ്ടില്ലല്ലോ. ഒരു വാർത്തക്ക് പുറത്തൊരു വാർത്ത കൊണ്ടുവന്നാൽ ആ വാർത്ത പണ്ട് നമുക്ക് ആ ശീലമുള്ളതാണ്. അപ്പം അതിനകത്ത് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും തന്ത്രിയും ജയറാമും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ ആർക്കും ഈ വർത്തമാനം ആദ്യമായിട്ട് അവസാനം വരെ പറയുമ്പം അതിന് IASഉം IPSഉം കോടതിയും ജഡ്ജിയും ഒന്നും വേണ്ട. ഇതിനകത്ത് തന്ത്രി കാണത്തില്ലയോ? തന്ത്രി അത് തീർച്ചയായിട്ടും. പക്ഷേ നമ്മള് അങ്ങനെ എനിക്ക് തോന്നുന്നു അടച്ച് അങ്ങനെ പറയാമോ? തന്ത്രിമാർക്ക് എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കുണ്ടാവാം. രാഷ്ട്രീയ പാർട്ടികൾ ആരെ മാറി വന്നാലും തന്ത്രിമാർക്ക് ഒരു മേൽക്കൈ ഉണ്ടാവും. തന്ത്രിമാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ചീപ്പ് കച്ചവടം കണ്ടില്ലേ? ഈ നെയ്യ് കൊണ്ടുപോയിട്ട് റൂമിലിരിക്കുക, എന്തും ചെയ്യും സാറേ. തലയാണ് അമ്പലത്തിലെ പൂജയ്ക്കകത്ത് ഈ താന്ത്രികമുള്ള അമ്പലത്തിലെ മൊത്തം കസ്റ്റോഡിയൻ അവരാ. പൂജ നടത്തുന്നൊരു സാധനം വേസ്റ്റ് ആദ്യം വന്നാൽ അവർ ഇത് കൊടുക്കുന്ന സാധനം ആദ്യം വന്നാലും മൊത്തം അവർക്ക് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ എന്റെ സോഫ്റ്റ് കോർണർ ഞാൻ പറയാം കൂട്ടത്തില്. ഈ ഇദ്ദേഹം നമ്മുടെ നടൻ
ജയറാം എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റിയുടെ പൊട്ടത്തരം മാത്രമേ എനിക്ക് കാണിച്ചിട്ടുണ്ടാവുള്ളൂ. സെലിബ്രിറ്റിയുടെ പൊട്ടത്തരം കാണിച്ചെങ്കിൽ ഒരു ചോദ്യത്തിന് മുഹമ്മദ് മാഷ് മറുപടി പറഞ്ഞു, എന്താ? ഞാൻ 150 രൂപയെ കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് SITക്ക് പിടിക്കാമല്ലോ. ജയറാമിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അയാൾ ഒരു ദക്ഷിണ പോലും സാധാരണ ഒരുത്തന് ഭിക്ഷ പോലും 500 രൂപയെ കുറച്ച് കൊടുക്കത്തില്ല. ഞാൻ 150 രൂപ കൊടുത്ത എന്റെ വീട്ടിൽ വെച്ച് പൂജിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഒളിക്കാനുണ്ട്, ഒളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിൽ 150 രൂപ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് സംശയം. അതേ സമയത്ത് അവർക്ക് വേണ്ടത് ജയറാമിനെ പോലെ ഒരു സെലിബ്രിറ്റിയുടെ പ്രസൻസ് ആണ്, ഒരു ഫോട്ടോഗ്രാഫാണ്. അത് വെച്ച് നടക്കത്തില്ല, അത് ഞാൻ സമ്മതിക്കത്തില്ല. ഈ പ്രസൻസ് ഫോട്ടോഗ്രാഫ് ഈ പറയുന്ന കാര്യത്തിന് ചെയ്താൽ ഇതിനു മുമ്പ് ഇത് കുരുങ്ങിയേന്. ഇപ്പൊ വന്നപ്പോഴില്ലയോ, ഇത് വളരെ ഗോപ്യമായിട്ട് ഹൈക്കോടതി നിരീക്ഷണമുള്ള ഒരു സാധനം, അമ്പലത്തിന് വെളിയിൽ പോകണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണമുള്ള ചെറിയ സാധനം വഴിനീളൊക്കെ 38 ദിവസം പറയിട്ടപ്പോൾ അത് ഫോട്ടോഷൂട്ട് കാണിച്ചാൽ സാർ പറയുന്നത് ശരിയാണ്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നൊരു മറുപടി ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് വിശ്വാസത്തിലേറെ അന്ധവിശ്വാസമുള്ള ഒരു ജയറാമിനെ പോലെ ഒരു നടന്റെ കയ്യിൽ എന്തായിരിക്കും അറിയോ, സ്വകാര്യമായിട്ടെങ്കിലും ആ കൊടിമരം അല്ലെങ്കിൽ എന്തായിരുന്നു അത്, ദ്വാരപാലക ശില്പം എന്റെ പൂജാമുറിയിൽ ഒന്ന് വ്യക്തിപരമായിട്ട് വെക്കാൻ ഒരു മൊമെന്റെങ്കിലും അവസരം കിട്ടിയല്ലോ എന്ന ഒരു സൗഭാഗ്യമായിരിക്കും, സ്വകാര്യമാണെങ്കിലും. അതുകൊണ്ടായിരിക്കും സൂക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ ജയറാമിന് ഇങ്ങനെ ഒരു കളവിൽ ആത്മാർത്ഥമായി പങ്കുവഹിക്കും, അറിഞ്ഞുകൊണ്ട് ചെയ്യും എന്ന് വിശ്വസിക്കാൻ എന്തോ തന്ത്രിമാര് ചെയ്തേക്കാം. അല്ല, വിശ്വസിക്കാൻ തന്ത്രി ചെയ്യുന്ന ജയറാമിനെ കാട്ടി വലിയ വലിപ്പത്തില്ലേ തന്ത്രി. തന്ത്രിമാരെ കുറിച്ച് നമുക്ക് ഒരുപാട് കഥകൾ വേറെ അറിയാം. ജയറാമിനെ കുറിച്ച് നമ്മൾക്കറിയാവുന്ന കഥയും സാറ് വിശ്വസിക്കുന്ന കഥയും ഒക്കെ ഇങ്ങനെയായിരിക്കാം. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമില്ല. എനിക്കത് വ്യക്തത വരുത്തി SIT സംഘം തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ജയറാമിനോട് വൈരാഗ്യമില്ല, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് സിനിമ എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇതിനകത്ത് സംശയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും സംശയാസ്പദമായിട്ട് സാറിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് 150 രൂപ ദക്ഷിണ എന്ന് പറയുന്ന കാര്യം അത് എനിക്കും ദഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ജയറാമിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും 150 രൂപ ദക്ഷിണ കൊടുക്കില്ല. കാരണം ഇന്ന് അമ്പലത്തിൽ പോയി സാധാരണക്കാരന് ഒരു പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ കൊടുക്കും 150 രൂപ. 150 രൂപ കൂടുതൽ കൊടുത്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തിനും മനഃപൂർവ്വം അവിടെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് ജയറാം തന്നെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോഗ്രാഫ് കണ്ടതാണ്. ഫോട്ടോഗ്രാഫ് പോലും കടൽ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ആ ദ്വാരപാല അമ്പലത്തിൽ വെച്ച് തന്നെ, ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആ ദ്വാരപാല ശില്പത്തിന്റെ അടുത്ത് മുമ്പിൽ നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പടമെടുത്തിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും കടന്നു ചെന്ന് പടം എടുക്കാവുന്ന സ്ഥലമല്ല അത്. അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫർ പോലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെയാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം കൊണ്ടുവച്ചത്. ഇപ്പോൾ ഞാനൊരു വിശ്വാസിയാണ്, എൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ ചിന്തിക്കുന്നത് ഇത് എങ്ങനെയാണ് അവിടെ നിന്ന് ഇളക്കിപ്പറിച്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര വിശ്വാസിയാണെങ്കിലും ആ ഒരു ചോദ്യം കൂടി അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് ജയറാം കൃത്യമായ ഒരു ഉത്തരം തന്നാൽ നമുക്ക് പറയേണ്ടതാണ്. എനിക്ക് എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. എനിക്ക് രണ്ടുപേരെയും അടുത്തറിഞ്ഞുകൊണ്ടൊന്നല്ല, എന്റെ ഒരു നിരീക്ഷണം ഇത്രയേ ഉള്ളൂ. ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് തന്ത്രിമാരുടെ പല കേസുകളും നമ്മൾ കേട്ടതാണ് ഇതിനു മുമ്പും. പക്ഷേ നമ്മുടെ താരനിരയിൽ താരതമ്യേന ദുഷ്പേരൊന്നും കേൾപ്പിച്ച ഒരാളല്ല ജയറാം. അല്ല, ദുഷ്പേര് കേൾപ്പിക്കാൻ അവസരം കിട്ടിയില്ല ഇതുവരെ, ആരും ഇതുപോലെ വന്നിട്ടില്ല. അതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മറഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല കാര്യം അതാണ്. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇദ്ദേഹം വലിയ ഭക്തനാണ്, വലിയ തൊഴിലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ഫ്രീ ആയിട്ട്. 15 ലക്ഷം രൂപ പുള്ളിക്ക് മാത്രം ചെണ്ട അടിക്കുന്നതിന് മേടിക്കുന്നത്. പിന്നെ അതും ചെണ്ട അടിക്കുന്ന മൊത്തം സന്നിധാനത്തല്ലേ, ഏത് അമ്പലത്തിന്റെ ഫ്രണ്ടില്ല, സന്നിധാനത്ത് പുള്ളി അടിച്ചിട്ടുണ്ട് മേളത്തിന്. അപ്പൊ പിന്നെ പുള്ളിക്ക് ആ ഭക്തിയൊന്നുമില്ല. പുള്ളിയുടെ ജോലിക്ക്, പുള്ളിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, സെലിബ്രിറ്റിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കാശ് മേടിക്കുന്നുണ്ട്. 15 ലക്ഷം രൂപ പുള്ളിക്ക് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാനടുത്ത് വായിച്ചതാണ്. ശരിയായിരിക്കും പുള്ളി. അപ്പൊ പിന്നെ എന്ത് സാർ, എല്ലാവർക്കും എല്ലാം പണം. അല്ല പണം. അപ്പൊ ജയറാം എന്ന് പറയുന്ന ആള് നിങ്ങൾ പറയുന്നത് പോലെ അല്ലെന്ന് വേറെ എഴുതി വെച്ചിരിക്കുന്നത്. പണമെന്ന് കണ്ടാൽ ഏത് പണിക്ക് നിൽക്കുമെന്നാ, അല്ലെ കമന്ന് കിട്ടുമെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല, ഇതൊക്കെ വെളിയിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. ഏതായാലും CBI വരുന്നത് നന്നാവും. അതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതിനകത്ത് ജയറാമിന് CBI വരുമ്പോൾ വലിപ്പം കാണത്തില്ല, തന്ത്രിക്കും വലിപ്പം കാണത്തില്ല. ഈ പറയുന്ന അണ്ടകടാകം എല്ലാം ഉള്ളതൊക്കെ CBI നമ്മൾ അതില് പ്രതീക്ഷയൊക്കെ നല്ലതാണ്. CBI എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന CBI ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ വരാൻ പോകുന്നത്. അവർക്കും ഇവരൊക്കെ തമ്പുരാക്കന്മാർ തന്നെയാണ്. ആയിക്കോട്ടെ, എന്നാലും വരട്ടെ, ഒരാശ്വാസം വരട്ടെ.